നീതി ആയോഗിനെ കുറിച്ച് നമുക്കൊന്ന് നോക്കാവേ. വീക്ക് ഫോറസ്റ്റ് ഓഫീസറിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറിലുണ്ടായിരുന്ന ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു ഇത്. ഏത് ഭരണഘടന വകുപ്പിൻ്റെ അടിസ്ഥാനത്തിലാണ് ആസൂത്രണ കമ്മീഷൻ രൂപീകരിച്ചത്? ഭരണഘടനയിൽ നേരിട്ട് പരാമർശിച്ചിട്ടില്ല. കേന്ദ്ര മന്ത്രിസഭയുടെ പ്രമേയത്തിലൂടെയാണ് രൂപീകരിച്ചത്. നീതി ആയോഗ് എന്ന പേരിൻ്റെ പൂർണ്ണരൂപം എന്താണ്? നാഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ഫോർ ട്രാൻസ്ഫോർമിംഗ് ഇന്ത്യ. നീതി ആയോഗ് എപ്പോഴാണ് രൂപീകരിച്ചത്? 2015 ജനുവരി 1-ന്. നീതി ആയോഗിൻ്റെ ആദ്യത്തെ CEO ആരാണ്? സിന്ധുശ്രീ ഗുല്ലർ. നീതി ആയോഗിൻ്റെ അധ്യക്ഷൻ ആരാണ്? ഇന്ത്യയുടെ പ്രധാനമന്ത്രി. നീതി ആയോഗിൻ്റെ ഉപാധ്യക്ഷനെ നിയമിക്കുന്നത് ആരാണ്? പ്രധാനമന്ത്രി. ആസൂത്രണ കമ്മീഷനും നീതി ആയോഗും തമ്മിലുള്ള പ്രധാന വ്യത്യാസം എന്താണ്? ആസൂത്രണ കമ്മീഷൻ ഒരു കേന്ദ്രീകൃത ആസൂത്രണ സംവിധാനമായിരുന്നു. എന്നാൽ നീതി ആയോഗ് സംസ്ഥാനങ്ങളുമായി സഹകരിച്ചുള്ള സഹകരണ ഫെഡറലിസം പ്രോത്സാഹിപ്പിക്കുന്നു. നീതി ആയോഗിൻ്റെ ഗവേണിംഗ് കൗൺസിലിൽ ആരൊക്കെയാണ് അംഗങ്ങൾ? പ്രധാനമന്ത്രി, എല്ലാ സംസ്ഥാന മന്ത്രിമാർ, കേന്ദ്രഭരണ പ്രദേശങ്ങളിലെ ലഫ്റ്റനന്റ് ഗവർണർമാർ, നീതി ആയോഗിൻ്റെ ഉപാധ്യക്ഷൻ, പ്രത്യേക ക്ഷണിതാക്കൾ. നീതി ആയോഗിൻ്റെ മുഖ്യ ലക്ഷ്യം എന്താണ്? സുസ്ഥിര വികസനത്തിലൂടെ ദേശീയ വികസന പ്രാധാന്യങ്ങൾ കൈകാര്യം ചെയ്യുകയും സഹകരണ ഫെഡറലിസം പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുക. നീതി ആയോഗിൻ്റെ ആക്ഷൻ റൂം എന്താണ്? സങ്കീർണമായ വികസന പ്രശ്നങ്ങൾ കൈകാര്യം ചെയ്യുന്നതിനും ബഹുവിഭാഗ, ബഹുമേഖല, ബഹുഘട്ട സമീപനം ആവശ്യമുള്ള പ്രൊജക്റ്റുകളെ നിരീക്ഷിക്കുന്നതിനുമുള്ള ഒരു ഹബ്ബ്. അടൽ ഇന്നൊവേഷൻ മിഷൻ ആരംഭിച്ചത് ഏത് സ്ഥാപനമാണ്? നീതി ആയോഗ്. നീതി ആയോഗിൻ്റെ ആദ്യ ഉപാധ്യക്ഷൻ ആരായിരുന്നു? അരവിന്ദ് പനഗരിയ. കേരളത്തിൻ്റെ ആസൂത്രണ ബോർഡിൻ്റെ അധ്യക്ഷൻ ആരാണ്? കേരള മുഖ്യമന്ത്രി. നീതി ആയോഗ് നടത്തുന്ന സംസ്ഥാനങ്ങളുടെ റാങ്കിംഗ് സൂചിക ഏതാണ്? സുസ്ഥിര വികസന ലക്ഷ്യം, അതായത് ഇന്ത്യ സൂചികയാണ്. ആസ്പിരേഷൻ ഡിസ്ട്രിക്റ്റ് പ്രോഗ്രാം ആരംഭിച്ചത് ആരാണ്? നീതി ആയോഗ്. നീതി ആയോഗ് രൂപീകരിച്ച പ്രധാനമന്ത്രി ആരാണ്? നരേന്ദ്രമോദി. നീതി ആയോഗിൻ്റെ അമൃത് ഭാരത് സ്റ്റേഷൻ സ്കീം ഏതാണ്? ഇന്ത്യയിലെ റെയിൽവേ സ്റ്റേഷനുകളുടെ പുനരുദ്ധാരണത്തിനും നവീകരണത്തിനുമുള്ള പദ്ധതി. ഗ്രാമോദയ സങ്കൽപ് എന്ന പദ്ധതി ആരംഭിച്ചത് ഏത് സ്ഥാപനമാണ്? നീതി ആയോഗ്. കേരള സംസ്ഥാന ആസൂത്രണ ബോർഡ് എപ്പോഴാണ് രൂപീകരിച്ചത്? 1999 ആഗസ്റ്റ് 23-ന്. കേരളത്തിലെ ജനകീയ ആസൂത്രണം ആരംഭിച്ച വർഷം 1996. നീതി ആയോഗിൻ്റെ ഡിജിറ്റൽ ഇന്ത്യ പദ്ധതിയുടെ ഉദ്ദേശം എന്താണ്? ഇന്ത്യയെ ഡിജിറ്റൽ ശാക്തീകരണമുള്ള സാമൂഹ്യ അറിവും അടിസ്ഥാനമാക്കിയുള്ള സമ്പദ് വ്യവസ്ഥയാക്കി മാറ്റുക. ഏത് പഞ്ചവത്സര പദ്ധതി കാലത്താണ് നവകേരള കർമ്മ പദ്ധതി ആരംഭിച്ചത്? 12-ാം പഞ്ചവത്സര പദ്ധതി. നീതി ആയോഗ് ആരംഭിച്ച അടൽ ടിങ്കറിംഗ് ലാബുകൾ എന്താണ്? സ്കൂൾ വിദ്യാർത്ഥികളിൽ നൂതന ആശയങ്ങളും സംരംഭകത്വവും പ്രോത്സാഹിപ്പിക്കുന്നതിനുള്ള പ്രയോഗശാലകൾ. നീതി ആയോഗിൻ്റെ വിമൻ എൻ്റർപ്രണർഷിപ്പ് പ്ലാറ്റ്ഫോം എന്ത് ലക്ഷ്യമാണ് വയ്ക്കുന്നത്? വനിതാ സംരംഭകർക്ക് സഹായവും പിന്തുണയും നൽകുക, അവരുടെ സംരംഭങ്ങൾ വികസിപ്പിക്കുന്നതിന് പ്രോത്സാഹിപ്പിക്കുക.